സർ സെൻസസ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ത്യ മുഴുവൻ. അപ്പം കേരളത്തിൽ BJPക്ക് എന്താണെങ്കിലും മണ്ഡലം കിട്ടൂലേ? തീർച്ചയായിട്ടും കിട്ടും. അപ്പം ഉദാഹരണത്തിന് സെൻസസ് 10 വർഷത്തിന് മുമ്പേ തുടങ്ങേണ്ടതാണ്. 25 വർഷം വരെയായി കേരളത്തിൽ സെൻസസ് പ്രവർത്തനം തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോഴും കേരളം പോലുള്ള സ്ഥലം, ഇത്രയും ജനസാന്ദ്രതമായ സ്ഥലം, MP-മാരുടെ എണ്ണം കൂട്ടേണ്ട അവസ്ഥ കഴിഞ്ഞു. ഇത് മനസ്സിലാക്കിയ നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി, ആദരണീയ പ്രധാനമന്ത്രി, അദ്ദേഹം അവരുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ടുള്ള ഷിമിക് രവി എന്ന് പറയുന്ന സാമ്പത്തിക ഉപദേഷ്ടാവും അതേപോലെ തന്നെ മോദി കപൂർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, ഇവർ രണ്ടുപേരുമാണ് ജനസംഖ്യ നിയന്ത്രണത്തിൻ്റെ സമിതിയിലുള്ളവർ. അപ്പോൾ മൊത്തം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, അരുണാചലം മുതൽ ഹിമാചലം വരെ, കച്ച് മുതൽ ഗോകർണം വരെ, ഇന്ത്യയുടെ എല്ലാ നാനാദിക്കിലും ഉള്ള ജനസംഖ്യ ആനുപാതിക സെൻസസാണ്, പൂർണ്ണ സെൻസസാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത്. ഈ സമയത്ത് കേരളത്തിലെ കുപ്രചരണമാണ് ഇടതുപക്ഷവും കോൺഗ്രസ്സുകാരും. ഇവിടെ ന്യൂനപക്ഷങ്ങൾ അവോയ്ഡ് ചെയ്യാനാണ് സെൻസസ് എടുക്കുന്നത്. ഇവിടുത്തെ പാർലമെൻറ്റ് 20 ഉള്ളത് കുറയും. അപ്പോൾ എന്താണ് പാർലമെൻറ്റ് പറഞ്ഞിട്ടുള്ളത്? ആനുപാതിക ഇന്ത്യൻ പോപ്പുലേഷൻ ആനുപാതികമായ രീതിയിൽ ഓരോ പാർലമെൻറ്റ് മണ്ഡലവും പുനർനിർണയിക്കണം. പുനർനിർണയ സമിതിയാണ് പാർലമെൻറ്റിലുള്ളത്. അപ്പോൾ അത് കൂടെ ഉള്ളൂ. അത് MK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന നല്ല രീതിയിൽ പാർലമെൻറ്റിൽ സംസാരിക്കുന്ന MP-ക്ക് അറിയാം, കൊടിക്കുന്നിൽ സുരേഷ് MP-ക്ക് അറിയാം, എല്ലാ MP-മാർക്കും അറിയാം. എങ്ങനെ സെൻസസ് കൂടുമോ പാർലമെൻ്ററി പുനർനിർണയങ്ങൾ വരും. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് 28 ലക്ഷം വോട്ടുണ്ട്. തിരുവനന്തപുരം പാർലമെൻറ്റ് ഒരു മണ്ഡലത്തിൽ 12 ലക്ഷത്തിന് അടുപ്പിച്ച് വോട്ട് മതി. അല്ലെങ്കിൽ പുതിയ നിയമം അനുസരിച്ച് ജനസംഖ്യ ആനുപാതിക പ്രാതിനിധ്യ ബില്ല് പാർലമെൻറ്റിൽ വന്നതനുസരിച്ച് 7, 7.5, 8-ന് താഴെ വോട്ടേഴ്സ് മതി. ഇപ്പോൾ പാർലമെൻറ്റ് MP-ക്ക് വെള്ളറുടെ അമ്പൂരി മുതൽ പെരുമാതുറ വരെ പ്രവർത്തിക്കാൻ ദൂരം കൂടുതലാണ്. വലിയ മണ്ഡലമാണ് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോലുള്ള പ്രോജക്റ്റുകൾ വന്നു. അപ്പോൾ ഇത്തരത്തിലൊരു MP-ക്ക് പ്രവർത്തിക്കുന്ന രീതിയിൽ 7-നും 8-നും ലക്ഷത്തിനകത്ത് പോപ്പുലേഷൻ ഉള്ള ഒരു അസംബ്ലി പാർലമെൻറ്റ് മണ്ഡലം പുനർനിർണ്ണയിക്കണം. അതാണ് പാർലമെൻ്ററി പുനർനിർണയ മണ്ഡലം. അങ്ങനെ വരുമ്പോൾ ആനുപാതികം തിരുവനന്തപുരം 3 മണ്ഡലമാകും, തൃശ്ശൂർ 3 മണ്ഡലമാകും, കോഴിക്കോട് 3 മണ്ഡലമാകും. ഈ കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലം എന്നുള്ളത് 30ലേക്ക് വർദ്ധിക്കും ഇപ്പോഴത്തെ സെൻസസ് രീതിയിൽ പോവുകയാണ് എങ്കിൽ. ആ ഒരു സുതാര്യവും ക്രെഡിബിലിറ്റിയും ഭാരതത്തിൽ ഇതുവരെയും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സൂക്ഷ്മ പരിശോധനാ സെൻസസാണ് മോഡിജി ഈ ഉദ്യോഗസ്ഥരെ കൊണ്ട് ആസൂത്രണം ചെയ്തിരിക്കുന്നതും എല്ലാവരും അതിൽ പാർട്ടിസിപ്പേഷൻ ആകണമെന്നും പറഞ്ഞിരിക്കുന്നു. അതിൽ നമുക്ക് കാള പൂജിപ്പം തന്നെ അറിയാം. മതങ്ങൾ, സമുദായങ്ങൾ, വർഗങ്ങൾ, ഗോത്രങ്ങൾ, വിദ്യാഭ്യാസം, ഓടിട്ട വീടാണോ ഓലകെട്ടിയ വീടാണോ, ഏത് ഭാഷ സംസാരിക്കുന്നു, ഉറുദാണോ സംസ്കൃതമാണോ ഇംഗ്ലീഷാണോ മാതൃഭാഷ മലയാളമാണോ, ഇത്തരത്തിലുള്ളൊരു ഡീപ്പ് സെൻസസാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു ഉഡായിപ്പ് സെൻസസ് അല്ല. ലാസ്റ്റിൽ സെൻസസ് വന്നത് എനിക്ക് തോന്നുന്നത് നരസിംഹറാവു ഗവൺമെൻറ് ഇരുന്ന കാലഘട്ടമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ വരുമ്പം കേരളത്തിലെ 10 മണ്ഡലം എന്നുള്ളത് 30 ആവും. അപ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ പാർലമെൻ്ററി പുനർനിർണയ കമ്മിറ്റിക്ക് 10 മണ്ഡലം കൂടി, MP-മാരുടെ എണ്ണം കൂടി വർക്ക് ചെയ്യാം. മണ്ഡലങ്ങളുടെ ഡെവലപ്മെൻറ്റ് നടക്കും, വികസനം നടക്കും. ഇപ്പോൾ ശശി തരൂരിന് പെരുമാതുറ മുതൽ അമ്പൂരി വരെ ഓടിയെത്താൻ പറ്റുന്നില്ല, റോഡുകളുടെ വികസനം നോക്കുവാൻ പറ്റുന്നില്ല, ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുവാൻ പറ്റുന്നില്ല. ഇപ്പോൾ RCCയിലൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ കുട്ടിക്ക് ലെറ്റർ കൊടുക്കണമെങ്കിൽ MP-ക്ക് എല്ലാവരെയും സുതാര്യമായി പരിചയസമ്പന്നമില്ല. അപ്പം മണ്ഡലത്തിലെ ഈ പോപ്പുലേഷൻ അനുസരിച്ച് വരികയാണെങ്കിൽ ഇപ്പം ആറ്റിങ്ങൽ പാർലമെൻ്റ് ഉണ്ട്, തിരുവനന്തപുരം പാർലമെൻ്റ് ഉണ്ട്. ഇനി അടുത്ത പുതിയ ചിലപ്പോൾ നെയ്യാറ്റിൻകര പാർലമെൻറ്റും കൂടി വരും. അപ്പോൾ ആ പാർലമെൻറ്റിലായിരിക്കും വിഴിഞ്ഞം പ്രോജക്റ്റും അദാനി ഇൻ്റർനാഷണൽ സീ പോർട്ട് വരുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് മാറും. പുതിയ ജില്ല ചിലപ്പോൾ നെയ്യാറ്റിൻകര വരും. തൃശ്ശൂർ അതുപോലെയാണ്. ഈവൻ മലപ്പുറത്ത് അവർ ജില്ല വിഭജിക്കണം. കേരളത്തിൽ ഒരു ജില്ല മാത്രം വിഭജിച്ചാൽ മതി. മലപ്പുറത്ത് ജനസംഖ്യ പെരുകിയിട്ടുണ്ട്, അതുകൊണ്ട് താനൂരെന്നോ തിരൂരെന്നോ ഒരു പുതിയ ജില്ലയും കൂടി കൊടുക്കും. വേറൊരിടം അവർക്ക് വേണ്ട. അപ്പം മുസ്ലിം ലീഗിന് MP-മാർ കൂട്ടണം.
ബാക്കിയുള്ള ഹിന്ദു പോപ്പുലേഷൻ, ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉള്ളിടത്ത് എം പിമാർ കൂട്ടണ്ട. അതെന്ത് വികൃതമായ നിയമമാണ്. അതുകൊണ്ടാണ് ജനസംഖ്യാ ആനുപാതിക ഭേദഗതി നിയമം വരുമ്പം നമ്മളെ ഇവിടുത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വിള്ളൽ വരും. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റിൻ്റെ ഉടായിപ്പ് രാഷ്ട്രീയം തീരും. ഇവിടെ എപ്പോഴും നോക്കിയാലും കോൺഗ്രസ് വരിക, കമ്മ്യൂണിസ്റ്റ് വരിക. അപ്പം മണ്ഡല പുനർനിർണ്ണയം വരുമ്പോഴും തിരുവനന്തപുരം അർബൻ ഏരിയ BJP ഭരിക്കുകയാണ്, നഗരസഭാ മേയർ BJPക്കാണ്. തിരുവനന്തപുരം അർബൻ മണ്ഡലം വരുമ്പോൾ BJP MP ആയി. അതേസമയം BJP MP തോക്കുന്നത് കോസ്റ്റൽ മേഖലയിലുള്ള വോട്ടെണ്ണി ന്യൂനപക്ഷ മേഖലയിൽ വരുമ്പോഴാണ്. ആ മണ്ഡലം ചിലപ്പോഴും നെയ്യാറ്റിൻകര മണ്ഡലത്തിലേക്ക് പോകും. അപ്പോൾ തിരുവനന്തപുരത്ത് BJPക്ക് ഒരു MP ആയി. ആറ്റിങ്ങൽ മേഖലയിൽ വരുമ്പോൾ ചിലപ്പോൾ BJP MP ജയിച്ചാലായി. അപ്പോൾ BJPക്ക് മണ്ഡല പുനർനിർണ്ണയം വരുമ്പം MPമാരുണ്ടാകും. അത് പാടില്ല എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും, ചുരുക്കം പറഞ്ഞ ഇന്ത്യ മുന്നണിയുടെ കുബുദ്ധിയാണ് കേരളത്തിലെ MPമാർ കുറയും. ജനം കൂടുമ്പോൾ MP കൂടെയുള്ളൂ, മണ്ടന്മാരാണ്. അപ്പോൾ ഇവിടുത്തെ ജനം അരിയാഹാരം കഴിക്കുന്നവരല്ലാത്ത രീതിയിലാണ് ഇവർ പറയുന്നത്. മണ്ഡല പുനർനിർണ്ണയം വരുമ്പോൾ MP സ്ഥാനം കുറയുമെന്ന്. അതിന് മോഡി അനുവദിക്കുകയില്ല. എല്ലാം ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്നുള്ള ആ പോളിസി നരേന്ദ്രമോദി കൊണ്ടുവരും. ഏകീകൃത സിവിൽ കോഡ്, കോമൺ സിവിൽ കോഡ് ഇതിനെല്ലാം കൊണ്ടുവരണമെങ്കിൽ പാർലമെൻറ്റിൽ MP വേണം. ഇപ്പം തന്നെ വനിതാ സംവരണ ബില്ല് പരാജയപ്പെട്ടില്ലേ? എല്ലാ ഇന്ത്യ മുന്നണികളും ഒറ്റക്കെട്ടായിട്ട് നിന്നു. അപ്പോൾ അതുപോലെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് പുതിയ രീതിയിൽ AI നമ്മുടെ രാജ്യം പോകുമ്പോഴും ആരാധ്യനായ നരേന്ദ്രമോദിയുടെ വികസിത് ഭാരത്, ആത്മനിർഭർ ഭാരതത്തിലേക്ക് പോകുമ്പോൾ 2047 ആകുമ്പോഴേക്കും നമ്മളെ സ്റ്റാർട്ടപ്പുകളെല്ലാം വികസിച്ച് ഭാരതം ലോകത്തിൻ്റെ നെറുകയിൽ ഒന്നാമത് വരണമെന്നുണ്ടെങ്കിൽ കേരളം പോലുള്ള സംസ്ഥാനവും മോഡിയോടൊപ്പം ഉണ്ടാകണം. അതുകൊണ്ടാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ന്യൂനപക്ഷ പ്രീണന നയവുമുള്ള കേരളത്തിലുള്ളവർ കേരളത്തിലെ മണ്ഡല പുനർനിർണ്ണയത്തിനെ എതിർക്കുന്നതും. വോട്ട് ബാങ്ക് രാഷ്ട്രീയം അവർക്ക് വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് മണ്ഡലം നിർണ്ണയിച്ച് വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആണല്ലോ. BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡല പുനർനിർണ്ണയം വരും. ഇവിടെ നേരത്തെ കോർപ്പറേഷൻ പുനർനിർണ്ണയം വന്നപ്പോൾ എന്താ, ഇടതുപക്ഷത്തിന് അനുകൂലമായുള്ള വിഭജനം ചെയ്തു. അവരുടെ ഉദ്യോഗസ്ഥരാണ് NGO, നോൺ ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയൻ ആയതുകൊണ്ട് അവർ ജയിക്കുവാൻ പറ്റിയില്ല. കാരണം ആ രീതിയിലുള്ള അവർക്ക് വിജയിക്കുവാൻ അവർ കോർപ്പറേഷൻ മണ്ഡല പുനർനിർണ്ണയം ചെയ്തപ്പോൾ അവർ പരാജയപ്പെടേണ്ടി വന്നു. അപ്പോൾ ഇനിയുള്ള യുഗം അങ്ങോട്ട് യുവാക്കൾ, ടെക്നോളജിസ്റ്റുകൾ അർബൻ മേഖലകളിലെല്ലാം BJP സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് നല്ല നല്ല കാര്യങ്ങളാണ് മോഡി കൊണ്ടുവരണം. ഇലക്ഷനിൽ 6 മണിയാകുമ്പോഴും ഗേറ്റ് പൂട്ടും, അകത്ത് കയറും, വോട്ട് ചെയ്യണം. ഇപ്പം പുതിയ പുനർനിർണ്ണയ ബില്ല് വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷന് പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമം കൊടുക്കും. സ്ത്രീകളുടെ നാരീശക്തിയോടുകൂടി അവർക്ക് വേണ്ടി സെപ്പറേറ്റ് അവർക്കൊരു പോളിംഗ് ബൂത്ത് ഏർപ്പെടുത്തും. ജോലികൾ കഴിഞ്ഞ് അമ്മമാർ, സ്ത്രീകൾ, സഹോദരിമാർ വരുമ്പോൾ അവർക്ക് ഇത്ര ടൈം വരെ വോട്ട് ചെയ്യണം. അപ്പോൾ സ്ത്രീകളുടെ മുഖ്യ പ്രാതിനിധ്യം അടുത്ത തിരഞ്ഞെടുപ്പ് മുതൽ ഉണ്ടാകും. ശരിക്കും സ്ത്രീകൾ തന്നെ ആയിരിക്കും ആ പോളിംഗ് ബൂത്ത് പ്രസൈഡിങ് ഓഫീസറും മഷി പുരട്ടുന്നതും നോക്കുന്നതും എല്ലാം. അത്തരത്തിലൊരു നാരി സൗഹൃദ ഇലക്ഷനിലേക്ക് നരേന്ദ്രമോദി പോകുന്നതിൻ്റെ ഒരു പുതിയ ഭാരതത്തെ കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുന്നു. അതിന് കേരളം പോലുള്ളവർ പുറകോട്ട് വലിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.